ഹേ ഗായ്സ്, വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എൻ്റെ വീട്ടുകാരും കൂടെ ഡിന്നറിന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടോ ഷെയർ ആക്കുന്നത്. പെട്ടെന്നായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു തീരുമാനം. നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഫാമിലി ആയിട്ട് അവരവരെ ബൈക്കിലാണ് കേട്ടോ പോകുന്നത്. ആദ്യം തന്നെ പ്ലാനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കാറിൽ തന്നെ പോവായിരുന്നു. പക്ഷേ ഞാൻ മഗ്‌രിബിൻ്റെ ശേഷമാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയത്. അതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ പിന്നെ ബൈക്കിൽ ഓരോരുത്തരും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഒരുപാട് ലോങ് ഒന്നും പോകണില്ല, കാരണം 9 മണിയായി. പിന്നെ ഇക്കാക്ക് പത്രത്തിൻ്റെ വർക്ക് ഉണ്ടായതുകൊണ്ട് 4 മണിക്ക് തന്നെ എണീറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ പിന്നെ ലേറ്റ് ആവാറില്ല. അപ്പോൾ ഞങ്ങൾ രാത്രി പോവുകയാണെങ്കിലും 10 മണിയാകുമ്പോഴേക്ക് തിരിച്ചെത്തുന്ന രീതിയിലാണ് കേട്ടോ എവിടേക്കും പോകാറ്. അതാണ് പിന്നെ നമ്മൾ ലോങ് ഒന്നും ചൂസ് ചെയ്യാതെ ഇവിടെ തൊട്ടടുത്ത് കൊടക്കല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ ചെറിയ ബ്രദറും ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ കുട്ടികളടക്കം 14 പേരാണ് കേട്ടോ. ലച്ചുവിനൊക്കെ കൂട്ടിയിട്ടാണ് 14 പേര്. ലച്ചുവിനായാലും സീറ്റ് കണക്കാക്കണമല്ലോ, അവരൊക്കെ ഒരു ചെയറിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം എത്തിയൊരു അതൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ കൺഫേം ആക്കി വന്നതാണ് കേട്ടോ എന്താ ഫുഡ് പറയണ്ടേന്നൊക്കെ. മറ്റിവിടെ വന്നിട്ട് കൺഫ്യൂഷൻ ആവും. ചെടുക്കുന്നേ ലച്ചു പോയി നോക്കാനാ? പറഞ്ഞേക്കണോ? ലച്ചു ലച്ചു ഇങ്ങോട്ടൊക്കെ ആ ബല്ല നവല്ല. ഇത് മാം തിന്നൂടെ? അങ്ങനെയൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ കഴിച്ചിട്ടുള്ളത് റൊട്ടി, അൽഫാം, അതുപോലെ തന്നെ സുലൈമാനി ഗ്രേവി ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സുലൈമാനി ഗ്രേവി പ്രത്യേക ഒരു ടേസ്റ്റാണ്, അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. മാത്രമല്ല ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇത്. പിന്നെ ഈ ഭാഗത്തുള്ളവരൊന്നും ഇത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ ഒരു ഗ്രേവിൻ്റെ ടേസ്റ്റ് വേറൊരു ഹോട്ടലിലും ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഒരുപാട് ഹോട്ടലിൽ കയറിയിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മളിത് ചോദിക്കുമ്പോൾ ചിലയിടത്തൊന്നും ഇതുണ്ടില്ല. ഇത് വെജ് ഐറ്റമാണ്, പക്ഷേ നോൺ വെജിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടോ, അടിപൊളിയാണ്. നോൺ വെജ് ഇഷ്ടമുള്ളവർക്കും വെജ് ഇഷ്ടമുള്ളവർക്കും അഥവാ ഇനിയിപ്പോൾ വെജ് ഇഷ്ടമല്ലാത്തവർക്കും കൂടി ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഇതൊന്ന് ട്രൈ ആക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളങ്ങനെ പോകാൻ കേട്ടോ. ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. എൻ്റെ വീട്ടിലേക്കല്ല, ഇക്കൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ യാത്ര പറഞ്ഞിട്ട് ഡയറക്റ്റ് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകണില്ല, കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി, 10 മണിയായി. ഇനിയിപ്പോൾ അവിടെ പോയാൽ എന്തായാലും ഇനി ഒരുപാട് ലേറ്റ് ആവും, സംസാരിച്ചിരിക്കലൊക്കെ ആവും. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ നേരെ ഞങ്ങൾ ഇക്കൻ്റെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഈ ഒരു ഡിന്നറിൽ എൻ്റെ 2 സിസ്റ്റേഴ്സ് ഇല്ല കേട്ടോ. അവർ വിളിച്ചിരുന്നു, പക്ഷേ വരാൻ പറ്റിയിട്ടില്ല. ചെറിയ ആൾ അനിയത്തി അവളുടെ ഉമ്മനേറ്റ് ഹോസ്പിറ്റലിലാണ്. പിന്നെ ജ്യേഷ്ഠത്തി എല്ലാവരും കൂടി ബൈക്കിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ്. പിന്നെ നൈറ്റും ആയില്ലേ, അപ്പോൾ പിന്നെ
ആ ഒരു ഇതിൽ അവർ വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞങ്ങൾ തന്നെ പെട്ടെന്നാണ്ട് പോയപ്പോൾ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രം എന്താ ഇതിൽ കൂടിയിരിക്കണമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു ഡിന്നർ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പാട്ടശ്ശേരിയിലെത്തിയാ ഏച്ചു? ശരി കൂടി അല്ല അല്ല തുറക്കാറിയോ? ചാവിയോ? എനിക്ക് എത്തുവോ? തുറക്ക്. ആ എനിക്ക് എത്തൂല, ഉമ്മച്ചി തുറന്നോളാം. അങ്ങോട്ട് വാ. തുറക്ക്. കിട്ടൂല എനിക്ക്. ആ ഓക്കെ ഓക്കെ തുറന്ന്. ഇനി പാപ്പൻ്റെ അടുത്ത് കൊടുക്ക്. പാപ്പൻ്റെ അടുത്ത് കൊടുത്ത് ഓൾക്ക് തന്നെ തുറക്കണം. ഇനി പപ്പ തുറക്കണേ നോക്കട്ടാ.